നമുക്ക് കുറേ നാളുകളായി കേട്ട് പരിചയമുള്ള കുറച്ച് ഇയർബഡ്സുകളാണ് സാംസങ്ങിൻ്റെ, ആപ്പിൾ എയർപോഡ്സ്, പിന്നെ അങ്ങനെ കുറേ ബ്രാൻഡ്, ബോട്ടിൻ്റെ, അങ്ങനത്തെ കുറേ എണ്ണം. പക്ഷേ നിങ്ങൾ ആരെങ്കിലും ലെനോവോൻ്റെ ഇയർബഡ്സിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഞാൻ സത്യം പറഞ്ഞാൽ മിനിയാന്ന് ഒരു ദിവസമാണ് ഇതിനെപ്പറ്റി കേൾക്കുന്നത് തന്നെ. ലെനോവോൻ്റെ ലൈവ്പോഡ്സ് എന്ന് പറയുന്നത് ഇതാണ് ഈ സാധനം, ലെനോവോൻ്റെ ലൈവ്പോഡ്സ്. നമ്മൾ കേട്ട് പരിചയമില്ലാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ സാധനം ചൈനയിൽ മാത്രം ലഭ്യമുള്ളൊരു സാധനമാണ്. ചൈനയിലും പിന്നെ വേറെ കുറച്ച് രാജ്യങ്ങളിലും മാത്രമേ ഈ സാധനം അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതിപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് ദുബായിൽ നിന്നാണ്. ദുബായിൽ നിന്ന് തന്നെ മാമനാണ് ഇത് കൊണ്ടുവന്നത്. ഈ ലെനോവോൻ്റെ ഈ ലൈവ്പോഡ്സ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ എത്രയും പെട്ടെന്ന് വരുമെന്നൊക്കെ പറയുന്നുണ്ട്. എപ്പോൾ വരുന്നുമെന്ന് അവർ ഉറപ്പിച്ചിട്ടില്ല. ഇത് ഇപ്പോഴും ഇന്ത്യയിൽ ഇപ്പോൾ ലഭ്യമല്ലാത്തൊരു സാധനമാണ്. സോ ഫ്രണ്ട്സ്, ഞാനിന്ന് ഇവിടെ ഈ ഒരു ലൈവ്പോഡ്സിൻ്റെ അൺബോക്സിങ്ങും പിന്നെ ഒരു 3 ദിവസത്തെ എൻ്റെ ഇതിന് വെച്ചൊരു റിവ്യൂവും കൂടിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും മറക്കാണ്ട് ഈ വീഡിയോ കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സോ വാട്സ്ആപ്പ് യൂട്യൂബ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമുക്ക് നമ്മുടെ ബോക്സാണ് ഇവിടെ ലെനോവോ ലൈവ്പോഡ്സിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചൈനീസ് കുറച്ച് എഴുതിയിട്ടുണ്ട്. ചൈനീസ് എന്ന് വെച്ചാൽ ഇത് ചൈനീസ് മാർക്കറ്റിൽ മാത്രം ലഭ്യമായ സാധനമാണ്. പിന്നെ ഇവിടെ ലെനോവോ ഒരു ബ്രാൻഡിങ് ഉണ്ട്. ബാക്കിലേക്ക് പോയാൽ ഫുള്ള് ചൈനീസാണ്. എനിക്കൊന്നും വായിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ ഉള്ളൊരു ബുക്ക്ലെറ്റ് ഉണ്ടായിരുന്നു. ഞാൻ മുമ്പേ ഇത് അൺബോക്സ് ചെയ്തിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നുള്ളത്. പിന്നെ ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ വെർഷൻ 5.0 കൊടുത്ത് ബ്ലൂടൂത്തിൻ്റെ കാര്യമാണെന്ന് തോന്നുന്നു. പിന്നെ LP1 എന്ന് കൊടുത്തിട്ടുണ്ട്, ലൈവ്പോഡ്സ് 1 എന്ന് പറഞ്ഞിട്ട്. നമുക്കിവിടെ ഒന്ന് തുറന്നു നോക്കാം. തുറന്നു നോക്കുമ്പോൾ തന്നെ നല്ല പാക്കേജിങ് ആണ് ഇവരിത്. നമുക്കിത് ഓപ്പൺ ചെയ്യാം. അതായത് നമ്മുടെ ലൈവ്പോഡ്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു എക്സ്ട്രാ ഇയർ ടിപ്പ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഇതിൻ്റെ ഒരു ബുക്ക്ലെറ്റ് വരുന്നുണ്ട്. ഇത് ചൈനീസാണ്. ഇതിൻ്റെ ബാക്കിൽ കുറച്ച് ഇംഗ്ലീഷ് കൊടുത്തിട്ടുണ്ട്. അതും മാറ്റി വെക്കാം. പിന്നെ ഇതിന് ചാർജിങ് വരുന്നത് USB Type-C ആണ്. സാധാ USB to USB Type-C. നമുക്കിനി ബോക്സ് മാറ്റിച്ച് നമ്മുടെ ലൈവ്പോഡ്സിലേക്ക് പോകാം. സംഭവം നല്ലൊരു ഹാൻഡി ആയൊരു പ്രൊഡക്റ്റാണ്. നമുക്ക് നല്ല കയ്യിൽ നല്ല പിടിച്ച് എന്താ പറയുക, ഭയങ്കര ഒരു പിടുത്തം നമുക്ക് ഈ സാധനം കൊണ്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ ചാർജിങ് പോയിന്റ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു LED ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. ലെനോവോൻ്റെ ഒരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ 2 ഇയർബഡ്സാണ് വരുന്നില്ല. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ബ്ലൂടൂത്ത് 5.0 ആയതുകൊണ്ട് തന്നെ നമ്മളിത് ഇൻസ്റ്റൻ്റായിട്ട് നമ്മൾ ഇത് എടുക്കുന്ന സമയത്ത് തന്നെ ഇത് പെട്ടെന്ന് തന്നെ ഫോണായിട്ട് കണക്ട് ചെയ്യും. അങ്ങനത്തെ ഒരു ഗുണമുണ്ട് ഇതിനെ കൊണ്ട്. പിന്നെ ബാറ്ററി കപ്പാസിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന് വരുന്നത് 300 mAh ബാറ്ററിയാണ്. പിന്നെ ഇവിടെ ടച്ച് സിസ്റ്റം വരുന്നത്. പിന്നെ ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, IPX7 വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. നമുക്കിപ്പോൾ ചെവിയിൽ വെച്ച് മഴ കൊണ്ടാലും കുഴപ്പമില്ല, നമ്മൾ വേർപ്പ് കൊണ്ടാലും പ്രശ്നമില്ല, പൊടി കൊണ്ടാലും പ്രശ്നമില്ല. നമുക്ക് ഈ ഒരു ഒറ്റ ഇയർബഡ്സിൽ തന്നെ നമുക്ക് 2 മൈക്രോഫോണാണ് വരുന്നത്. അപ്പോൾ ഈ 2 ഇയർബഡ്സും കൂടി വെക്കുമ്പോൾ നമുക്ക് ടോട്ടൽ 4 മൈക്രോഫോൺ ആയിരിക്കും നമുക്ക് വരുന്നുള്ളത്. നല്ലൊരു സൗണ്ട് ക്വാളിറ്റിയാണ്. ഇപ്പോൾ ഒരു ഡോൾബി അറ്റ്മോസിൻ്റെ ഒരു മൂവിയാണ് നമ്മൾ പ്ലേ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഇയർബഡ്സിൽ നമുക്ക് കേൾക്കാൻ പറ്റും. അതേ ഒരു സറൗണ്ട് ഒരു തിയേറ്റർ ഫീലിംഗ് തന്നെ നമുക്ക് ഈ ഒരു ഇയർബഡ്സ് വെച്ച് കേൾക്കാൻ പറ്റും. പിന്നെ ഈ ഒരു ഇയർബഡ്സിൻ്റെ സ്പീക്കറിൻ്റെ പവർ എന്ന് പറയുന്നത് 20 മില്ലി വാട്ടാണ് ഇതിൻ്റെ സ്പീക്കർ എന്ന് വരുന്നത്. പിന്നെ ഇത് ബ്ലൂടൂത്ത് 5.0 ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും കുറവ് ലാറ്റൻസി ആയിരിക്കും നമുക്ക് വരുന്നില്ല. അതായത് അതിൻ്റെ ഒരു ഫ്രീക്വൻസി ലോസ് നമുക്കിവിടെ അനുഭവിക്കാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ റെസ്പോൺസ് റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്ററാണ്. 10 മീറ്റർ വരെ നമുക്ക് ഈ ഒരു ലൈവ്പോഡ്സ് വെച്ചിട്ട് നമുക്ക് പോകാൻ പറ്റും. സോ ഫ്രണ്ട്സ്, ഈ വീഡിയോയിലേക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.